ഹലോ, ഗുഡ് മോർണിംഗ്. എന്താണ് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്ക് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ട്, എന്തെല്ലാം എനർജീസ് ആണുള്ളത്, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം നോക്കാം. പോസിറ്റീവായിട്ടിരിക്കണം, അതുപോലെ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ടിരിക്കുക. ഇന്ന് സൺഡേ ആണ്, നല്ലൊരു സൺഡേ ആശംസിക്കുന്നത് കേട്ടോ. എല്ലാവരും വീട്ടിലൊക്കെ ആണെങ്കിൽ ഹാപ്പി ആയിട്ടിരിക്കാൻ ശ്രമിക്കുക, ഫാമിലിയോടൊപ്പം സമയം സ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ എന്താണ് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ്, എന്താണ് ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, എന്തെല്ലാം എനർജീസ് ആണുള്ളത് നോക്കാം. എന്താണ് ഇന്നത്തെ നമ്മുടെ എനർജി? ഓക്കെ, നോക്കാം. ഫസ്റ്റ് കാർഡ് 2 ഓഫ് സ്വോർഡാണ്. 2 ഓഫ് സ്വോർഡ് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാതെ നിൽക്കുന്ന ഒരു എനർജിയാണ് 2 ഓഫ് സ്വോർഡ് എന്ന് പറയുന്നത്. അതായത് ഇൻഡിസിഷനാണ്, നമ്മളൊരു ക്രോസ് റോഡിലാണ്. അതായത് നമുക്ക് മുന്നോട്ട് പോകണം, പക്ഷേ എങ്ങനെ പോകണം എന്നറിയില്ല, എങ്ങോട്ട് പോകണം എന്നറിയില്ല, അല്ലെങ്കിൽ എന്ത് തീരുമാനം എടുക്കണം എന്നറിയില്ലാത്തത് കൊണ്ട് നമ്മളിങ്ങനെ ഇൻഡിസിഷൻ ആയിട്ടിരിക്കുന്ന ഒരു എനർജിയാണ് 2 ഓഫ് സ്വോർഡ് എന്ന് പറയുന്നത്. മേ ബി നിങ്ങൾ എന്തൊരു തീരുമാനം എടുക്കേണ്ട സാഹചര്യം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ തീരുമാനം എടുക്കുമ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ, ഈ ലേഡി കണ്ണ് കെട്ടിയിട്ടുണ്ട്. അതായത് ഷീ ഈസ് നോട്ട് റെഡി ടു ഹിയർ ഫ്രം എനി വൺ. അവർ മറ്റുള്ളവർ പറയുന്നത് കേൾക്കാനോ എന്തെങ്കിലും കാണാനോ തയ്യാറല്ല, ആക്ഷൻ എടുക്കാൻ തയ്യാറല്ല. മാത്രമല്ല അവരവരുടെ ഹാർട്ടിനെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അതിനർത്ഥം ഇവരൊരു തീരുമാനം എടുക്കാത്തത് അവർക്ക് പെയിൻ ഉണ്ടാകും എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഇന്നൊരു വേദനാജനകമായ തീരുമാനം എടുക്കേണ്ടതായ സാഹചര്യം വരുന്ന ആരൊക്കെയോ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് 2 ഓഫ് സ്വോർഡ് വന്നിരിക്കുന്നത്? എന്ത് തീരുമാനമാണ് എടുക്കേണ്ടി വരിക? എന്ത് തീരുമാനമാണ് എടുക്കേണ്ടി വരിക? 2 ഓഫ് സ്വോർഡ്. എന്തുകൊണ്ടാണ് 2 ഓഫ് സ്വോർഡ് വന്നിരിക്കുന്നത്? എന്തുകൊണ്ടാണ് 2 ഓഫ് സ്വോർഡ് വന്നിരിക്കുന്നത്? വേണോ വേണ്ടയോ നമ്മൾ ആശയക്കുഴപ്പത്തിലാവുന്നൊരു എനർജിയാണ്. അല്ലെങ്കിൽ യെസ് ഓർ നോ, അല്ലെങ്കിൽ മുന്നോട്ട് പോകണോ വേണ്ടയോ അങ്ങനെയൊക്കെയുള്ള തീരുമാനം എടുക്കേണ്ടി വരില്ലേ? അതാണ് കേട്ടോ, ഈ ഹൃദയത്തെ വേദനിപ്പിക്കുന്ന തീരുമാനം എടുക്കുക എന്നുള്ളതാണ്. അതാണ് ഹൃദയത്തെ പ്രൊട്ടക്റ്റ് ചെയ്ത് പിടിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് 2 ഓഫ് സ്വോർഡ് വന്നിരിക്കുന്നത്? എന്താണ് തീരുമാനം എടുക്കേണ്ടി വരിക? 5 ഓഫ് വാൺസും ഫൂളുമാണ്. 5 ഓഫ് വാൺസും ഫൂളുമാണ്. അതായത് 10 ഓഫ് കപ്സ് ആണ് ബോട്ടം വന്നേക്കുന്നത്. ഇത് ഫാമിലി എന്നൊരു കോൺസെപ്റ്റ് ഉള്ളത് കൊണ്ട് ഇത് ചിലപ്പോൾ അത് മോസ്റ്റ്ലി ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്നാണ്. ഇതൊരു റിലേഷൻഷിപ്പിൻ്റെ കാര്യമാണ് പറയുന്നത്. ഫാമിലി ഇൻ്റർഫിയറൻസ് ഉള്ള ഒരു റിലേഷൻഷിപ്പ്. അതായത് നിങ്ങൾ 2 പേര്, ഇപ്പോൾ റിലേഷൻഷിപ്പിലുള്ള 2 പേരാണെങ്കിൽ ഏതർ ഒരാൾക്ക് ഫാമിലി ആയിരിക്കാം, അല്ലെങ്കിൽ 2 പേർക്കും ഫാമിലി ആയിരിക്കാം. ഇത് ഒരാളുടെ വീട്ടിൽ അറിയുന്നതാവാൻ സാധ്യതയുണ്ട്. അതാണ് 5 ഓഫ് വാൺസ്. അത് മറ്റു ചുറ്റുമുള്ള ആളുകൾ അറിയുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് ഒരു അറിയുന്ന സാഹചര്യത്തിനെ ഓവർകം ചെയ്ത് പുതിയൊരു തുടക്കത്തിലേക്ക് പോകാമെന്നാണ് ഫുൾ കാർഡ് പറയുന്നത്. അപ്പോൾ ചില ആളുകളെ സംബന്ധിച്ച് ഇന്നേ ദിവസം നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് അറിയാനോ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു കാരണം കൊണ്ട് നിങ്ങൾ വേണോ വേണ്ടോ എന്നുള്ളൊരു ആശയക്കുഴപ്പത്തിൽ നിൽക്കുകയും അതിനുശേഷം ഒരു തീരുമാനം എടുത്ത് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഫുൾ കാർഡ് പറയുന്നത് പുതിയൊരു തുടക്കം, പുതിയൊരു ഫ്രഷ് ന്യൂ ബിഗിനിങ് എന്നാണ് കാണുന്നത്. അപ്പോൾ എന്താണ് തുടക്കം? എന്താണ് ഫുൾ കാർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ് ഫുൾ കാർഡിൻ്റെ ക്ലാരിറ്റി? എന്താണ് ഫുൾ കാർഡിൻ്റെ ക്ലാരിറ്റി നോക്കാം. 3 ഓഫ് സ്വോർഡ്സും 5 ഓഫ് സ്വോർഡ്സും ആണ്. അതായത് സ്വന്തം കാര്യം നോക്കി മുന്നോട്ട് പോകുക, സ്വന്തം കാര്യം നോക്കി മുന്നോട്ട് പോകുക, ഹാർട്ട് ബ്രോക്കൺ ആയിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഹൃദയത്തെ വേദനിപ്പിക്കും, ഹൃദയം ഒരു ബ്രോക്കൺ സ്റ്റേജിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ സ്വന്തം കാര്യം നോക്കി മുന്നോട്ട് പോകുമെന്ന് കാണുന്നുണ്ട്. അപ്പോൾ മേ ബി ഇത് ഒരു റിലേഷൻഷിപ്പിൽ കോൺഫ്ലിക്റ്റ്, മറ്റുള്ളവരുടെ ഇൻ്റർഫിയറൻസ് കാരണം കോൺഫ്ലിക്റ്റ് ഉണ്ടാവാനും തൽക്കാലത്തേക്ക് ആ റിലേഷൻഷിപ്പ് സ്റ്റോപ്പ് ചെയ്തിട്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. അവിടെ ഈ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ഫാമിലി ആയിട്ടാണ് കാണുന്നത്. ബോട്ടം വന്നിരിക്കുന്നത് 7 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. മേ ബി ഈ നിങ്ങളും നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത് സ്പിരിച്വലി കണക്റ്റഡ് ആയിട്ടുള്ള ആളുകളായിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ ജന്മം മെറ്റീരിയലിസ്റ്റിക്കലി നിങ്ങൾ എന്താണ് റീയൂണിയൻ നടക്കേണ്ട ആളുകളായിരിക്കില്ല. 7 ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത് ഒരു സ്പിരിച്വൽ യൂണിയനെ കുറിച്ചാണ്. അതുപോലെ ഇതൊരു ലോങ് ടേം വ്യൂവിലേക്കുള്ളൊരു യൂണിയനും കൂടിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. യു ഹാവ് ടു വെയിറ്റ്. നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. നിങ്ങൾക്ക് യൂണിയൻ ഉണ്ട്, പക്ഷേ അതിനുവേണ്ടി സമയം ആയിട്ടില്ല, അതിന് സമയം എടുക്കും എന്ന് കാണുന്നുണ്ട്. നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വരുമെന്ന് കാണുന്നുണ്ട്. മേ ബി ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ജന്മം ഈ ഭൂമിയിൽ വെച്ചിട്ടൊരു മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു റീയൂണിയൻ ഉണ്ടാവുന്നില്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ സ്പിരിച്വൽ യൂണിയനാണ് ഉണ്ടാകാൻ സാധ്യത കൂടുതലായിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടി വരുന്ന കുറച്ച് ആളുകൾ ഒരുപക്ഷെ ഇന്നേ ദിവസം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഇതാണ് ഫസ്റ്റ് കാർഡ് പറയുന്നത് 2 ഓഫ് വാൺസ് കേട്ടോ.
റിലേഷൻഷിപ്പ് പുറത്തറിയുക എന്നൊരു എനർജിയാണ് ഈ കാണുന്നത്. 2 ഓഫ് വാണ്ട്സ് കേട്ടോ. അപ്പോൾ ഗൈഡൻസ് ആണ്, ഗൈഡൻസിനനുസരിച്ച് ആക്ട് അക്കോർഡിംഗ്ലി. ഓക്കെ, അതാണ് ഫസ്റ്റ് കാർഡ് വന്നിരിക്കുന്നത്, 2 ഓഫ് സോൾസ്. ഓക്കെ, രണ്ടാമത്തെ കാർഡ് നോക്കാം. അടുത്തത് നൈറ്റ് ഓഫ് കപ്സ് ആണ്. ഇത് ചില ആളുകൾ, അതായത് മുൻപ് റിലേഷൻഷിപ്പിലുണ്ടായിരുന്ന ആളുകൾ, കുറേ നാൾ മുൻപ് റിലേഷൻഷിപ്പിലുണ്ടായിരുന്നിട്ട് സെപ്പറേഷനിലായിരിക്കുന്ന ആളുകൾ, അതായത് കുറേ അധികം നാളുകളായിട്ട് നിങ്ങൾ സെപ്പറേഷനിലായിരിക്കും. നിങ്ങൾ തമ്മിൽ ഒരു കോണ്ടാക്റ്റ് ഉണ്ടാവുകയോ ഉണ്ടാവാതിരിക്കുകയോ ചെയ്യാം. പക്ഷേ ഇന്നേ ദിവസം ഈ പറഞ്ഞ ആളിൽ നിന്ന് നിങ്ങൾക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ കിട്ടാൻ സാധ്യതയുണ്ട്. ഇത് കാർമിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പാണ്. നിങ്ങൾ തമ്മിലുള്ള സെപ്പറേഷൻ സമയത്ത് ഒരുപക്ഷെ നിങ്ങൾക്ക് മേജർ ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചിട്ടുണ്ടാവാം. നിങ്ങൾ പണ്ടത്തെ ആ ആളിൽ നിന്ന് മാറിപ്പോയിട്ടുണ്ടാവാം. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വളരെ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവാം. നിങ്ങൾ ചിലപ്പോൾ ഈ ആളെ ലെറ്റ് ഗോ ചെയ്ത് പോയിട്ടുണ്ടാവാം. ചിലപ്പോൾ അയാൾ നിങ്ങളുടെ കർമ്മ പാർട്ട്ണറാണെന്ന് മനസ്സിലാവുന്നത് കൊണ്ട് നിങ്ങൾ ഈ കർമ്മയിൽ നിന്നെല്ലാം മാറി നിങ്ങൾ മറ്റൊരു വഴിയിലൂടെ സഞ്ചരിച്ച് പോയിട്ടുണ്ടാവും. അവിടേക്ക് ഈ നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്ന ആൾ തിരിച്ചു വരുന്ന പോലെ ഒരു എനർജിയാണ് ഇത് കാണുന്നത്. അതായത് പാസ്റ്റിൽ സെപ്പറേറ്റ് ആയി പോയിട്ടുള്ള ആളുകൾ, കാർമ്മികമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള ആളുകൾ കുറേ നാളുകളായിട്ട് നിങ്ങൾ കാത്തിരിക്കുകയാണെങ്കിൽ അവിടെ ഒരു റീയൂണിയൻ വരാൻ സാധ്യതയുണ്ട്. നൈറ്റ് ഓഫ് കപ്പാണ് വന്നിരിക്കുന്നത്. അത് എയ്തർ ആ പേഴ്സൺ ബൈ ഡയറക്ട്ലി ഹി മേ അപ്രോച്ച് യു, അതർവൈസ് യു മേ ഗെറ്റ് എ മെയിൽ ഓർ മെസ്സേജ്, കോളോ മെയിലോ മെസ്സേജോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് ഒരുപക്ഷെ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ടെന്നാണ് നൈറ്റ് ഓഫ് കപ്സ് പറയുന്നത്. ഓക്കെ, ഇത് ഇപ്പോൾ റിലേഷൻഷിപ്പിലുള്ള ആളുകളുടെ കാര്യമാണ്. ഇത് മുൻപ് റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്നിട്ട് സെപ്പറേറ്റ് ആയി പോയ ആളുകളുടെ കാര്യമാണ്. ഓക്കെ, ഇതെന്താ ഇന്ന് റിലേഷൻഷിപ്പുകൾ കപ്പുകളാണല്ലോ. അടുത്തത് ക്വീൻ ഓഫ് കപ്സ് ആണ്. ക്വീൻ ഓഫ് കപ്സ് നോക്കുന്നത് നൈറ്റ് ഓഫ് കപ്സിനെയാണല്ലോ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ക്വീൻ ഓഫ് കപ്പായിട്ട് നിൽക്കുക എന്നാണ് കാണുന്നത്. അപ്പോൾ അയാൾ വരുമ്പോൾ നിങ്ങൾ അൺകണ്ടീഷണൽ ലവുമായിട്ട് വീണ്ടും പോകും. നിങ്ങൾ സെൽഫ് ലവ് ഇത്രയും നാൾ ചെയ്തൊക്കെ വിട്ടേച്ച് നിങ്ങൾ പോകും എന്നാണ് കാണുന്നത്. നിങ്ങൾ ഇനി ഹീൽ ചെയ്യാനുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരാളിൽ നിന്ന് നിങ്ങൾക്കൊരു മെസ്സേജ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ഇനി അങ്ങോട്ട് പോകാൻ പാടില്ല. നിങ്ങളിവിടെ അയാൾ വരുവാണെങ്കിൽ നിങ്ങൾ പോകും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ക്വീൻ ഓഫ് കപ്സ് എന്ന് പറയുന്നത് അങ്ങോട്ടാണ് നോക്കുന്നത്. നിങ്ങൾ അവരെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരിക്കും. അങ്ങനെയാണെങ്കിൽ അവർ വരുമ്പോൾ നിങ്ങൾ പണ്ടത്തെ പോലെ അൺകണ്ടീഷണൽ ലവ് ഒക്കെ കൊടുത്ത് അങ്ങോട്ട് പോകാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ഇത്രയും നാൾ ചെയ്ത് സെൽഫ് ലവ് ഒക്കെ വെറുതെ ആകാൻ സാധ്യതയുണ്ട്. അതുപോലെ നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഹീലിംഗ്, ഇത്രയും നാൾ ചെയ്ത് ഹീലിംഗ് പ്രോസസ്സുകളെല്ലാം വെറുതെ ആയി പോകാൻ സാധ്യതയുണ്ടെന്നാണ് ക്വീൻ ഓഫ് കപ്സ് പറയുന്നത്. ഇനി നിങ്ങൾ അതല്ല മറ്റൊരു സാഹചര്യത്തിൽ നിൽക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഇന്ന് മറ്റുള്ള ആളുകളുടെ വേദന, മറ്റുള്ളവർ വന്ന് പറയുന്ന കഥകളൊക്കെ കേൾക്കാനും അവർക്ക് ആശ്വാസം പറഞ്ഞു കൊടുക്കാനും സാധ്യതയുണ്ട്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളിലും ഹീലിംഗ് നടക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. അതുപോലെ ഇന്ന് മറ്റുള്ളവരുടെ വളരെ സ്നേഹവും അനുകമ്പയും വാത്സല്യവും ഒക്കെ തോന്നാൻ സാധ്യതയുള്ളൊരു എനർജിയാണ്. ഒരു മദർലി അഫെക്ഷൻ ആയിരിക്കും. അതുപോലെ നിങ്ങൾക്ക് ഇന്ന് ആരെങ്കിലും വല്ലാതെ മിസ് ചെയ്യാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു എനർജിയാണ്, മിസ് ചെയ്യുന്നൊരു എനർജിയാണ് ഈ ക്വീൻ ഓഫ് കപ്സ് പറയുന്നത്. ദെൻ നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഇത് പതുക്കെ നിങ്ങൾക്ക് വാല്യൂ ഉള്ള അല്ലെങ്കിൽ മൂല്യം ഉള്ളൊരു കാര്യം, പണമായിരിക്കാം, നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു എന്നുള്ളതാണ്. ഇത് പതുക്കെയാണ് വരുന്നത്, സ്ലോയിങ് ഡൗൺ ആണ്. ഈ പ്രോസസ്സ് ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒത്തിരി നാളായിട്ടുണ്ടാകും. അതായത് നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ബാഡ്കർമ്മയൊക്കെ ഉള്ള ആളുകളാണെന്ന് വിചാരിക്കുക. അതായത് നിങ്ങളുടെ കയ്യിൽ നിന്ന് പണം, നേരത്തെ നിങ്ങൾ ധാരാളം പണം ഇതിങ്ങനെ അമ്മാനം മാടിക്കൊണ്ടിരുന്ന ആളാണെന്ന് വിചാരിക്കുക. പോസിറ്റീവ് സെൻസിലാണ് കേട്ടോ, പോസിറ്റീവ് ഓർ നെഗറ്റീവ് സെൻസ്, വാട്ട് എവർ ഇറ്റ് ഈസ്. അപ്പോൾ നിങ്ങൾ പണം ധാരാളമായി കൈകാര്യം ചെയ്തിരുന്ന ആൾക്കാരാണ്. പക്ഷേ അവിടെ ഫിനാൻഷ്യൽ ബാഡ്കർമ്മ വന്നതിന് ശേഷം പണം നിങ്ങളിൽ നിൽക്കുന്നില്ല, പണം നിങ്ങളിലേക്ക് വരുന്നില്ല, അല്ലെങ്കിൽ വന്നാൽ തന്നെ നിങ്ങളത് നിൽക്കുന്നില്ലെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ ആ പണം നിങ്ങളുടെ ബാഡ്കർമ്മ ഉണ്ടാക്കിയതുകൊണ്ട് നിങ്ങളിപ്പോൾ പണം വരുന്നില്ല. നിങ്ങൾക്ക് പണത്തിൻ്റെ മൂല്യം മനസ്സിലാവുന്നുണ്ടെങ്കിൽ ആ പണം നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നതാണ് കാണുന്നത്. അപ്പോൾ പണം ഇന്ന് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്, നിങ്ങളുടെ തന്നെ പണമാണ്, നിങ്ങൾ കാത്തിരുന്ന പണമാണ്, അത് നിങ്ങളിലേക്ക് ഇന്ന് വന്ന് കിട്ടാൻ സാധ്യതയുണ്ട്. പണം വന്ന് കിട്ടാൻ സാധ്യതയുണ്ടെന്നാണ് നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത്. ഇത് പണം മാത്രമല്ല, നഷ്ടപ്പെട്ട എന്തെങ്കിലും വിലപിടിപ്പുള്ള സാധനങ്ങളായിരിക്കാം. പിന്നെ പണം മാത്രമല്ല, വിലപിടിപ്പുള്ള എന്തും ആകാം. ചിലപ്പോൾ ഒരു വ്യക്തിയായിരിക്കാം, നിങ്ങൾ കാത്തിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും നിങ്ങളിലേക്ക് തിരിച്ചു വരുന്ന പോലെയാണ് കാണുന്നത്. നൈറ്റ് ഓഫ് കപ്പും നൈറ്റ് ഓഫ് പെൻറ്റക്കിളും വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് സ്റ്റേബിളായിട്ട് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്ന ആളുകളെക്കുറിച്ചും പറയുന്നുണ്ട്. ഓക്കെ, അതുപോലെ ട്രസ്റ്റ് നഷ്ടപ്പെട്ടു പോയിട്ട് റിലേഷൻഷിപ്പ് എൻ്റെ പൈ പോയിട്ട് ഉള്ള ആളുകളാണെങ്കിൽ ആ ട്രസ്റ്റ് റീബിൽഡ് ചെയ്യപ്പെടുകയും ആ ആളുകൾ തിരിച്ചു വരികയും ചെയ്യുന്ന ഒരു എനർജിയും കൂടിയാണ് നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ്. ദെൻ 10 ഓഫ് സോഡ്സ് ആണ്. 10 ഓഫ് സോഡ്സ് വരുമ്പോഴേ അത് ഒരു പെയിൻഫുൾ എൻഡിങ് എന്നാണ്. അതൊരു കാർമിക് സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു കാർമിക് സൈക്കിളിൻ്റെ എൻഡാണ്. മാത്രമല്ല ഇതൊരു പെയിൻഫുൾ എൻഡിങ് ആണ്. മേ ബി ജോലി നഷ്ടപ്പെടുക, പ്രണയ നൈരാശ്യം ഉണ്ടാവുക,
വിശ്വാസവഞ്ചന ഉണ്ടാവുക, അതൊക്കെയാണ്. ചിലപ്പോൾ നിങ്ങളിലേക്ക് നിങ്ങളുടെ പേഴ്സൺ തിരിച്ചു വരുന്ന സമയത്ത് നിങ്ങൾക്ക് പാസ്റ്റത്തെ കാര്യങ്ങൾ ഓർമ്മ വരുന്നതായിരിക്കും. നിങ്ങൾ പണ്ട് ചതിക്കപ്പെട്ടതോ അവർ നിങ്ങൾ ഉപേക്ഷിച്ച് പോയതോ ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുന്നതായിരിക്കും. 9 ഓഫ് സോഡ്സും 9 ഓഫ് കപ്സും. ഇത് എന്താണെന്ന് വെച്ചാൽ ഈ ആളുകൾ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്ന സമയത്ത് നിങ്ങൾക്കൊരു തീരുമാനം എടുക്കാൻ പറ്റാതെ നിൽക്കുന്ന എനർജിയാണ്. അതായത് നിങ്ങളുടെ എത്രയോ കാലത്തെ ഉറക്കമില്ലായ്മ, നിങ്ങളുടെ മെൻ്റൽ പ്രഷർ, ടെൻഷൻ, നിങ്ങൾ അനുഭവിച്ചിട്ടുള്ള ആങ്സൈറ്റി ഡിസോർഡേഴ്സ്, ഇതെല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾ തകർന്ന് നിൽക്കുന്ന സമയത്ത് നിങ്ങളെ തകർത്ത് തരിപ്പണമായിട്ട് പോയിട്ടുള്ള ആളുകളായിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുന്നത്. അപ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ചൊക്കെ ഓർക്കുമ്പോൾ നിങ്ങൾക്ക് മെൻ്റൽ പ്രഷർ, ഭയങ്കരമായ മെൻ്റൽ പ്രഷർ വരികയും നിങ്ങൾ ആ ആളുകളെ അക്സെപ്റ്റ് ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന എനർജിയാണിത്. അപ്പോൾ ചില ആളുകളുടെ ലൈഫിലേക്ക് പാസ്റ്റിൽ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ആളുകൾ തിരിച്ചു വരാൻ സാധ്യതയുണ്ട്. പക്ഷേ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നില്ല. നിങ്ങൾക്ക് അവിടെ ഹീലിംഗ് നടന്നു കഴിഞ്ഞു. നിങ്ങളുടെ ഹീലിംഗ് പ്രോസസ്സ് കംപ്ലീറ്റ് ആണ്, സംകാടാണ്. നിങ്ങളുടെ ഹീലിംഗ് പൂർത്തിയായതുകൊണ്ട് നിങ്ങൾ ആ കാർമിക് സിറ്റുവേഷനിൽ നിന്ന് പുറത്ത് കിടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ ആളുകൾ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഇനി അവരെ ആവശ്യമില്ല. കാരണം നിങ്ങളുടെ ഹീലിംഗ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. നിങ്ങൾ ആ ട്രോമയിൽ നിന്നൊക്കെ പുറത്ത് കടന്നു കഴിഞ്ഞു. അതുകൊണ്ട് നിങ്ങളെ ഇത്രയും നാളും ആങ്സൈറ്റിയിലാക്കിയിരുന്ന, വേദനിപ്പിച്ചിരുന്ന, സഫോക്കേറ്റ് ചെയ്തിരുന്ന, ടെൻഷൻ അനുഭവിച്ചിരുന്ന ആ പ്രശ്നങ്ങളെ നിങ്ങൾക്കിപ്പോൾ നള്ളിഫൈ ചെയ്ത് കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ അവിടെ ഒരു ആക്ഷൻ എടുക്കാൻ സാധ്യതയില്ല എന്നാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, അതാണ് 10 ഓഫ് സോഡ്സ് പറയുന്നത്. പാസ്റ്റിലത്തെ 10 ഓഫ് സോഡാണ് കേട്ടോ. മുമ്പ് നിങ്ങളെ ചതിച്ചിട്ട് പോയ ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇനി ഒരിക്കൽ കൂടി അവർ വന്നാൽ അവരെ നിങ്ങൾ സ്വീകരിക്കുന്നില്ല എന്നാണ് കാണുന്നത്. ഓക്കെ, നെക്സ്റ്റ് നൈറ്റ് ഓഫ് സോഡ്സ്. ഇന്നല്ല നൈറ്റ്സ് ഒക്കെയാണല്ലോ. നൈറ്റ് ഓഫ് സോഡ്സ് ആണ് ഇത്. ഫിസിക്കലായിട്ടുള്ള ഇൻറ്റിമസി അല്ലെങ്കിൽ വളരെ വേഗത്തിൽ ക്വിക്കായിട്ട് തീരുമാനമെടുത്ത് നിങ്ങളെ കാണാൻ വേണ്ടി ആരോ വരുന്നു, നിങ്ങളെ കാണാൻ പെട്ടെന്ന് ആവേശപ്പെട്ട് ആരോ വരുന്ന പോലെയുണ്ട്. വേഗതയിൽ തീരുമാനമെടുത്ത് വരുന്ന ഒരാളെ പോലുണ്ട്. അതുപോലെ ഫിസിക്കലായിട്ടുള്ള ഇൻറ്റിമസി അങ്ങനെ ആഗ്രഹിച്ചിട്ടാണ്, അതായത് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള സന്തോഷങ്ങൾ ആഗ്രഹിച്ച് നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന ഒരാളായിരിക്കും. ഇവിടെ വലിയ പാഷനൊന്നുമില്ല. അയാൾ സ്വന്തം കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് വരുന്ന ഒരാളെ പോലെയാണ് ഈ നൈറ്റ് ഓഫ് സോഡ്സ് കാണുന്നത്. അതുപോലെ തന്നെ ചിലപ്പോൾ ചില ആളുകൾ നിങ്ങളോട് വാഗ്വാദം ഉണ്ടാക്കാനും വഴക്കുണ്ടാക്കാനും ഒക്കെ സാധ്യതയുണ്ട്. പെട്ടെന്ന് വന്ന് ഒരു കാറ്റ് പോലെ വന്ന് വഴക്കൊക്കെ ഉണ്ടാക്കിയിട്ട് പോകാൻ സാധ്യതയുണ്ട്. പെട്ടെന്നായിരിക്കും വഴക്കുകൾ ഉണ്ടാകുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതാണ് നൈറ്റ് ഓഫ് സോഡ്സ് പറയുന്നത്. ദെൻ 10 ഓഫ് പെൻറ്റക്കിൾസ് ആണ് ഇത്. ഫാമിലി കാർഡാണ്. കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഫാമിലി എന്നാണ് പറയുന്നത്. വളരെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഫാമിലി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്ന് ഫാമിലി ടൈം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ഫാമിലിയോടൊപ്പം സമയം സ്പെൻഡ് ചെയ്യുന്ന എനർജിയാണ്. അപ്പോൾ ഇവിടെ മെറ്റീരിയലിസ്റ്റിക് ആണ്. അപ്പോൾ പണവും വിനിമയം ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. ഇത് പല സോഴ്സിൽ നിന്ന് പണം വരുമെന്നാണ്. പല മേഖലയിൽ നിന്ന്, പല സോഴ്സിൽ നിന്ന് നിങ്ങൾക്ക് പണം വന്നു ചേരാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നുണ്ട്. അതുപോലെ ഇവിടെ മറ്റൊരു കാര്യം പറയുന്നത്, പല സോഴ്സിൽ നിന്ന് പണം വന്ന് ചേരുമെന്ന് മാത്രമല്ല, ഇവിടെ പണം നിങ്ങൾ വീടിന് വേണ്ടിയിട്ട് ഒരുപാട് പണം സ്പെൻഡ് ചെയ്യുന്നവർ കാണുന്നുണ്ട്. ചിലപ്പോൾ റീപേയ്മെൻറ്റുകളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റാൾമെൻറ്റ്സ് ആയിരിക്കാം. അങ്ങനെ നിങ്ങളുടെ പൈസ തിരിച്ച് ഇങ്ങോട്ട് കിട്ടുന്നത് പോലെ തന്നെ തിരിച്ചും പൈസ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അതാണ് 10 ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത്. ഇത് ചിലപ്പോൾ വീട്ടിൽ കൊച്ചു കൊച്ചു വഴക്കുകൾ, മുറുമുറുപ്പുകൾ, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ടത് ശ്രദ്ധിച്ചൊക്കെ കൈകാര്യം ചെയ്യണം. പിന്നെ പണം എന്ന് പറയുന്നത് പലയിടത്തുനിന്ന് പണം വരികയും അന്ന് അതുപോലെ തന്നെ പണത്തിൽ നിന്ന് ചിലവുണ്ടാവുകയും ചെയ്യുന്ന ഒരു എനർജിയാണ് 10 ഓഫ് പെൻറ്റക്കിൾസ്. ധാരാളം പണം, ഫിനാൻഷ്യൽ അബണ്ടൻസ് ഉണ്ടെന്ന് കാണുന്നുണ്ട്. പക്ഷേ അതുപോലെ തന്നെ ചിലപ്പോൾ ചിലവും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മജീഷ്യനാണ്. ഇന്നൊരു ഓഫർ ഇട്ടാലോ? ഇന്ന് ഞാനെന്നാ ഒരു ഓഫർ പറയാവേ. ഒരു 399 റുപ്പീസിന് 5 ക്വസ്റ്റ്യൻസ് റീഡ് ചെയ്ത് തരാവേ. അപ്പോൾ ആവശ്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ ഇട്ടേക്കാം. ആ നമ്പറിൽ കോൺടാക്ട് ചെയ്തിരുന്നാൽ മതി കേട്ടോ. 399 ആണേ. 399-ന് 5 ക്വസ്റ്റ്യൻസ് റീഡ് ചെയ്ത് തരാം. ഓക്കെ. കുറേ പേര് 2 ക്വസ്റ്റ്യൻ 3 ക്വസ്റ്റ്യൻ എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചായിരുന്നു. അപ്പോൾ ഓക്കെ, കുറേ ദിവസം കൊണ്ട് ആലോചിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ ഓഫർ. 399-ന് 5 ക്വസ്റ്റ്യൻസ്. ആവശ്യമുള്ളവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ. ദെൻ മജീഷ്യൻ്റെ കാർഡാണേ. മജീഷ്യൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ ഇന്ന് ആരാധനാലയങ്ങളിൽ പോകുന്നുണ്ടായിരിക്കും. ആരാധനാലയങ്ങളിൽ പോയതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു പോസിറ്റിവിറ്റി നിങ്ങൾ സ്പ്രെഡ് ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, അതാണ്. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി നല്ലതിനും ചീത്തയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്ന എനർജിയൊക്കെയാണ് മജീഷ്യൻ എന്ന് പറയുന്നത്. അതുപോലെ നിങ്ങൾക്ക് ഇന്ന് മജീഷ്യൻ എന്ന് പറഞ്ഞാൽ അറിയാലോ, മാന്ത്രികനാണ്, ക്രിയേറ്ററാണ്. മറ്റുള്ളവരുടെ കണ്ണ് കെട്ടാൻ പറ്റും. മറ്റുള്ളവരെ നമുക്ക് എന്താണോ ആവശ്യം ആ രീതിയിൽ മനുഷ്യരെ മാനിപ്പുലേറ്റ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റുന്ന ആളാണ് മജീഷ്യൻ. അപ്പോൾ അത്തരത്തിൽ മറ്റുള്ളവരെ കണ്ണ് കെട്ടിയിട്ട് ചില ജാലവിദ്യകളൊക്കെ കാണിക്കാൻ പറ്റുന്നൊരു ദിവസമാണ്
മജീഷ്യൻ എന്ന് പറയുന്നത്. ഇന്ന് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ക്രിയേറ്റീവായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവാൻ സാധ്യതയുണ്ട്. ചിലപ്പം ഡാൻസിൻ്റെ അരങ്ങേറ്റമോ ഡാൻസ് പ്രാക്ടീസോ ഡാൻസ് പഠിക്കാൻ തുടങ്ങുമോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. അല്ലെങ്കിൽ അത്തരത്തിലുള്ള ക്രിയേറ്റീവായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങളിന്ന് ചെയ്യുന്നുണ്ടാവാൻ സാധ്യതയുണ്ട്. ഓക്കെ, തന്നെ മജീഷ്യൻ എന്ന് പറയുന്നത് ഒന്നാമനാണ്. അപ്പോൾ എന്തെങ്കിലും മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് സമ്മാനമൊക്കെ കിട്ടാൻ സാധ്യത ഉണ്ടെന്നാണ്. പിന്നെ ഇന്ന് മാനിഫെസ്റ്റേഷൻ്റെ ദിവസമാണ്. നിങ്ങൾ എന്ത് മാനിഫെസ്റ്റ് ചെയ്താലും കിട്ടുന്നത്രയും റിസോഴ്സ്ഫുൾ ആണ്. നിങ്ങൾ എന്ത് മാനിഫെസ്റ്റ് ചെയ്യുന്നോ അത് നിങ്ങളിലേക്ക് ഇന്ന ദിവസം വന്നു ചേരും. അപ്പോൾ അത് പണമാണെങ്കിൽ പണം, പ്രശസ്തി ആണെങ്കിൽ പ്രശസ്തി, അതല്ല മെറ്റീരിയലിസ്റ്റിക് വേൾഡ് ആണെങ്കിൽ അങ്ങനെ, അതല്ല സ്പിരിച്വൽ ആണെങ്കിൽ അങ്ങനെ. നിങ്ങൾ എന്താണോ മാനിഫെസ്റ്റ് ചെയ്യുന്നത് അതിന്ന് അച്ചീവ് ചെയ്യാൻ അത്ര ക്വാളിറ്റി ഉള്ള ഒരാളായിട്ടാണ് ഇന്നത്തെ ദിവസം നിങ്ങളെ കാണുന്നത്. അതാണ് മജീഷ്യൻ്റെ കാർഡ് പറയുന്നത്. അതുപോലെ ഇതൊരു മാനിപ്പുലേറ്ററിൻ്റെ കാർഡ് കൂടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് മറ്റുള്ളവരെ മാനിപ്പുലേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. നിങ്ങൾ കള്ളം പറഞ്ഞ് ജയിക്കാനൊക്കെ സാധ്യതയുണ്ട്. അതുപോലെ നിങ്ങളോട് മറ്റുള്ളവരും കള്ളം പറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനനുസരിച്ചൊക്കെ നോക്കിയും കണ്ടൊക്കെ നിൽക്കണം. നെക്സ്റ്റ് കാർഡ് സ്ട്രെങ്ത് ആണ്. സ്ട്രെങ്ത് കാർഡ് വരുമ്പോൾ ചിലപ്പോൾ നമുക്കിന്ന് കുറച്ച് പെയിനൊക്കെ തോന്നുകയും ആ പെയിനിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് വരികയൊക്കെ ചെയ്യേണ്ട സാഹചര്യമാണ്. നമ്മൾ കുറച്ച് സ്ട്രോങ് ആയിരിക്കേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട്. സ്ട്രോങ് ആയിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മൾ സ്ട്രോങ് ആയിരിക്കേണ്ട ആവശ്യമുള്ളത് കൊണ്ട് നമ്മൾ കുറച്ച് പെയിൻഫുൾ ആയിരിക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. അതുപോലെ വയറുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങൾ, ചിലപ്പം വയറുവേദനയോ അതുപോലെ ചിലപ്പം ഡയറിയ പോലെ ആയിരിക്കും, ലൂസ് മോഷൻ ആയിരിക്കാം, വയറുവേദനയായിരിക്കാം, അല്ലെങ്കിൽ വയറ്റിൽ എന്തെങ്കിലും ഗുളുഗുളുമായിരിക്കും. വയറുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഇത് പീരീഡ്സ് ഒക്കെ ആണെങ്കിൽ പീരീഡ്സ് ക്രംസ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. പെയിൻ ആയിരിക്കും, വയറിൽ എന്തൊക്കെയോ ഒരു പ്രശ്നം ഉള്ളതുപോലെയാണ് ഈ സ്ട്രെങ്ത് കാർഡ് പറയുന്നത്. അപ്പോൾ വയറ് ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. ഇത് നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്നുണ്ടെങ്കിൽ കമൻറ്റിൽ പറയാൻ മറക്കില്ല കേട്ടോ. ലാസ്റ്റ് കാർഡ് വന്നിട്ട് 7 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. നമ്മൾ ആദ്യം ഒരു 7 ഓഫ് പെൻറ്റക്കിൾസ് കണ്ടിട്ടുണ്ടായിരുന്നു. പണത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന എനർജിയാണ്. ചിലപ്പോൾ പണം നിങ്ങളുടെ അക്കൗണ്ടിലൊക്കെ ഉണ്ടായിരിക്കും, പക്ഷേ നിങ്ങൾക്ക് പണത്തിന് ആവശ്യം വരുമ്പോൾ ഇതിങ്ങനെ കയ്യിൽ മണിയായിട്ട് കാണുന്നില്ല. അതാണ് ഈ 7 ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത്. അപ്പോൾ പണത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന എനർജിയാണ്. നിങ്ങളൊരു എഫേർട്ട് ഇട്ടിട്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ട് അതിൻ്റെ ഫലത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന എനർജിയാണ് 7 ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത്. അതുപോലെ ഇതൊരു സ്പിരിച്വൽ വേയിലേക്ക് നിങ്ങൾ പോകുന്നതും കൂടിയാണ്. അതായത് സ്പിരിച്വൽ വേയിൽ വന്നിട്ട് നിങ്ങളിപ്പോൾ നോക്കി നിൽക്കുവാണ്. നേരത്തെ ഞാൻ ഈ പറഞ്ഞ പോലെ ഏഞ്ചൽ നമ്പേഴ്സ് എപ്പോഴും കാണുമായിരുന്നു, ഞാൻ പൂമ്പാറ്റകൾ എപ്പോഴും കാണുമായിരുന്നു, അതുപോലെ ഞാൻ ഈ യൂണിവേഴ്സൽ അലൈൻമെൻറ്റുകളെ കുറിച്ച് അല്ലെങ്കിൽ സിങ്ക്രോണിസിറ്റീസ് എപ്പോഴും കാണുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാൻ അങ്ങനെ കാണുന്നില്ല. മേ ബി ശ്രദ്ധിക്കാത്തത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഫ്രീക്വൻ്റ്ലി നിങ്ങൾ കാണുന്നുണ്ടാകത്തില്ല. അപ്പോൾ നമുക്കൊരു സ്റ്റെക്കനസ് തോന്നും, ഇത് ഞാൻ ശരിക്കും പണ്ടത്തെ വഴി കൂടെ തന്നെ അല്ലേ പോകുന്നത്, ഞാൻ പോകുന്ന വഴി ശരിയല്ലേ എന്നൊക്കെ ഒരു കൺഫ്യൂഷൻ തോന്നുവാണെങ്കിൽ നമ്മൾ അതിൽ തന്നെ നോക്കി നിൽക്കത്തില്ലേ, എവിടെയെങ്കിലും വഴി തെറ്റിപ്പോയോ, ഇനി ഞാൻ പോകുന്ന വഴി ശരിയല്ലേ എന്നുള്ള രീതിയിൽ നമ്മൾ നോക്കുമല്ലോ. അപ്പോൾ അത്തരത്തിൽ നമ്മൾ ഒന്ന് കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു എനർജിയാണ് 7 ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത്. മോസ്റ്റ്ലി ഇത് സ്പിരിച്വൽ വേയിലേക്ക് പോകുന്ന ആളുകളുടെ ഒരു സ്റ്റാഗ്നേഷൻ പീരീഡ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളിന്ന് പണത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ടി വരുന്നതായിട്ട് കാണുന്നുണ്ട്. പണം ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടാനുള്ള പണമാണ്, ചിലപ്പോൾ ചുറ്റി പിടിച്ച പൈസ ആയിരിക്കാം, ലോട്ടറി അടിച്ച പൈസ ആയിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏതെങ്കിലും പൈസ ആയിരിക്കാം, അല്ലെങ്കിൽ അതിന് തരാനുള്ള പൈസ ആയിരിക്കാം. ഇന്ന് കിട്ടുമെന്ന് പറഞ്ഞിട്ട് ആ പൈസയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന എനർജിയാണിത്. ഓക്കെ, നിങ്ങൾ അതിനുള്ള എഫേർട്ട് എല്ലാം ഇട്ടിട്ടുണ്ട്, അത് കിട്ടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന എനർജിയാണ് 7 ഓഫ് പെൻറ്റക്കിൾസ്. അപ്പോൾ പണത്തിന് വേണ്ടിയിട്ട് കുറച്ച് പേര് വെയിറ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ബോട്ടം 3 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ചിലപ്പോൾ ഇന്ന് പുതിയ എന്തെങ്കിലും കാര്യം പഠിക്കാൻ പോകുന്നുണ്ടായിരിക്കും, പുതിയ കാര്യം പഠിക്കാൻ തീരുമാനിക്കുന്നതായിരിക്കാം. ആ പഠിക്കുന്നതിൽ നിന്ന് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ എന്തായാലും ഉറപ്പായിട്ടും ഫിനാൻഷ്യൽ അബണ്ടൻസ് ഉണ്ടാകാനുള്ളൊരു കാര്യം നിങ്ങളിന്ന് പഠിക്കാൻ തുടങ്ങുന്നുണ്ടായിരിക്കാം. ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യമായിരിക്കാം, സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യമായിരിക്കാം, ഈ നിഗൂഢശാസ്ത്രങ്ങളിൽ പെട്ട എന്തെങ്കിലും ആയിരിക്കാം. ചിലപ്പം ടാരോ തന്നെ ആയിരിക്കാം, അല്ലെങ്കിൽ റേക്കി ആയിരിക്കാം, പിന്നെ പ്രാണിക്കായിരിക്കാം, ഏഞ്ചൽ ഹീലിംഗ്, ക്രിസ്റ്റൽ ഹീലിംഗ്, ആസ്ട്രോളജി, അങ്ങനെയുള്ള ഏതെങ്കിലും സ്പിരിച്വൽ വേയിൽ പോകുന്ന ഏതെങ്കിലും ഒരു മേഖലയിൽ ചിലപ്പോൾ നിങ്ങളിന്ന് പഠിക്കാനൊക്കെ തുടങ്ങുന്നുണ്ടാവാൻ സാധ്യതയുണ്ട്. അതുപോലെ ഇത് ഗൈഡൻസിൻ്റെ കാർഡാണ് 3 ഓഫ് പെൻറ്റക്കിൾസ്. നിങ്ങൾ ആരിൽ നിന്നെങ്കിലും ഒരു സ്പിരിച്വൽ വേയിൽ പോകുന്ന ആളിൽ നിന്ന് ഗൈഡൻസ് എടുക്കാനൊക്കെ സാധ്യത ഉള്ള പോലെയാണ് 3 ഓഫ് പെൻറ്റക്കിൾസ് കാണുന്നത്. ഇത് ഒരുതരം ഫിനാൻഷ്യൽ അബണ്ടൻസിൻ്റെ കാർഡ് തന്നെയാണ്. ഓക്കെ, മാത്രമല്ല ഈ 3 ഓഫ് പെൻറ്റക്കിൾസ് വരുമ്പോൾ നമുക്കെതിരെ മറ്റുള്ള ആളുകൾ ഗൂഢാലോചന നടത്തുക, ചുറ്റും കോൺസ്പിറസീസ് നടക്കുക, അതുപോലെ വർക്ക് പ്ലേസിൽ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവുക, അതുപോലെ 3 ഓഫ് പെൻറ്റക്കിൾ വരുമ്പോൾ ടീമായിട്ട് വർക്ക് ചെയ്യുക, നമ്മളൊരു ടീമായിട്ട് വർക്ക് ചെയ്യുക, കൊളാബറേഷൻ, അതിൻ്റെയൊക്കെ എനർജിയാണ്. അതായത് നിങ്ങൾ വർക്ക് പ്ലേസിൽ മറ്റുള്ള ആളുകളോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ടീമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ അതിൻ്റെ ഒരു ഹാപ്പിനെസ്സിലായിരിക്കും ഇരിക്കുന്നത്, പക്ഷേ നിങ്ങൾക്ക് ചുറ്റും കോൺസ്പിറസീസ് ഒക്കെ നടക്കാൻ സാധ്യതയുണ്ട്. അവിടെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. അതൊക്കെയാണ് 3 ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത്. അതുപോലെ ഇന്ന് നിങ്ങൾ മതമേലധ്യക്ഷന്മാർ, പുരോഹിതന്മാർ, അങ്ങനെയുള്ള ആളുകളിൽ നിന്നൊരു ഗൈഡൻസ് എടുക്കുന്നതോ, അല്ലെങ്കിൽ നിങ്ങളൊരു ക്യാമ്പിൽ പങ്കെടുക്കുന്നതോ,
ധ്യാനത്തിൽ പങ്കെടുക്കുന്നതോ അങ്ങനെ ആരിൽ നിന്നെങ്കിലും ഒരു ഉപദേശം തേടുന്നതാകാം, അല്ലെങ്കിൽ ആരുടെയെങ്കിലും കീഴിൽ ജോലിക്ക് ആയിരിക്കാം, അല്ലെങ്കിൽ ആരോടെങ്കിലും നിങ്ങൾ പഠിച്ചുകൊണ്ടിരുന്നതിൻ്റെ തുടർ പഠനങ്ങൾക്ക് വേണ്ടിയിട്ട് മറ്റാരുടെയും കീഴിൽ അഭ്യസിക്കാൻ പോകുന്നതായിരിക്കാം. അത്തരത്തിൽ എന്തോ ഒരു കാര്യം പഠിച്ച് മാസ്റ്റർ നേടാൻ വേണ്ടിയിട്ട് പോകുന്ന പോലൊരു എനർജി ഉണ്ട്. ഓക്കെ, എന്തായാലും ഇത് നിങ്ങളൊരു കാര്യം ചെയ്യാൻ തുടങ്ങുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ഫിനാൻഷ്യൽ ബെനിഫിറ്റ് ഉണ്ടാക്കി തരുന്നൊരു കാര്യമായിരിക്കും. ഓക്കെ, അതാണ് 3 ഓഫ് പെന്റക്കിൾസ് പറയുന്നത്. ഒരു ഗൈഡൻസിൻ്റെ ഒക്കെ കാർഡാണ്. അതുപോലെ നിങ്ങളെ മറ്റുള്ളവർ ഹെൽപ്പ് ചെയ്യുക, ഗൈഡ് ചെയ്യുക, നിങ്ങൾക്ക് ഉപദേശം തരിക, മധ്യസ്ഥത വഹിക്കുക, മറ്റുള്ളവരുടെ മധ്യസ്ഥതയിൽ എന്തെങ്കിലും ഒരു പ്രശ്നം കോംപ്രമൈസ് ചെയ്യുക. ഇപ്പോൾ കല്യാണമൊക്കെ മുടങ്ങി കിടക്കുകയാണെങ്കിലും മറ്റുള്ളവരുടെ മധ്യസ്ഥതയിൽ അത് കല്യാണത്തിൻ്റെ ആലോചന വീണ്ടും പുനരാരംഭിക്കുക, അങ്ങനെയൊക്കെയുള്ള എനർജിയാണ് 3 ഓഫ് പെന്റക്കിൾസ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ജനറൽ ആയിട്ടുള്ളൊരു റീഡിംഗ് എന്ന് പറയുന്നത്. അതെ, എന്താണ് ഏഞ്ചൽസിൻ്റെ ഗൈഡൻസ് നോക്കാം. എന്താണ് ഏഞ്ചൽസ് തരുന്ന ഗൈഡൻസ്, എന്താണ് ഇന്നത്തെ ദിവസം ഏഞ്ചൽസ് തരുന്ന ഗൈഡൻസ് നോക്കാം. ഓക്കെ, ഫസ്റ്റ് കാർഡ് വന്നിട്ട് ബി അസേർട്ടീവ് ആണ്. അപ്പോൾ നിങ്ങളൊരു തീരുമാനം എടുക്കുക, ഉറച്ച തീരുമാനം എടുക്കുക, ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ് കേട്ടോ. ബി അസേർട്ടീവ്, ദൃഢനിശ്ചയം എടുത്ത് അതിൽ ഉറച്ചു നിൽക്കാനാണേ. ദെൻ ലിസൺ ടു യുവർ ഇൻഡ്യൂഷൻ. നിങ്ങൾക്കുള്ള ഉത്തരങ്ങളെല്ലാം നിങ്ങളുടെ തന്നെ ഇൻഡ്യൂഷനിൽ കൂടെ നിങ്ങൾക്ക് വന്ന് കിട്ടുമെന്നാണ് കാണുന്നത്. ദെൻ ദ സിറ്റുവേഷൻ വിൽ ഇംപ്രൂവ്. നിങ്ങളിപ്പോൾ ഏത് സാഹചര്യത്തിൽ ഇരിക്കുകയാണെങ്കിലും ഈ സാഹചര്യം കടന്നു പോകും, ഈ സാഹചര്യത്തിൽ നിന്ന് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പോൾ ആദ്യത്തെ കുറേ കാർഡുകളൊക്കെ നമുക്ക് കുറച്ച് നെഗറ്റിവിറ്റീസ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. 10 ഓഫ് സോഡ് കണ്ടിട്ടുണ്ടായിരുന്നു, അതുപോലെ 2 ഓഫ് സോഡ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എന്ത് തന്നെ സാഹചര്യത്തിൽ ഇന്ന് നിങ്ങൾ വന്ന് നിന്നാലും ശരി, ആ സാഹചര്യമൊക്കെ മാറിപ്പോക്കോളും. അതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല. അതൊക്കെ വരേണ്ടത് കൊണ്ട് വന്നു, അതൊക്കെ ശരിയായിക്കോളും. സിറ്റുവേഷൻ വിൽ ഇമ്പ്രൂവ് എന്നാണ്. അപ്പോൾ ഇന്ന് എന്ത് സംഭവിച്ചാലും നിങ്ങൾ പേടിക്കണ്ട, അത് യൂണിവേഴ്സായിട്ട് നിശ്ചയിച്ചിട്ടുള്ള കാര്യമാണ്. അത് സംഭവിച്ചോട്ടെ, അത് സംഭവിക്കേണ്ടതാണ്. നിങ്ങൾക്കൊരു കുഴപ്പമില്ലാതെ ആ പ്രശ്നം കടന്നു പോയിക്കോളും കേട്ടോ. ഇനി എന്താണ് ലവേഴ്സിനുള്ള ഗൈഡൻസ് നോക്കാം. റൊമാൻസ് ഏഞ്ചൽസ് എന്ത് ഗൈഡൻസ് ആണ് തരുന്നത്, എന്താണ് ഇന്നേ ദിവസം റൊമാൻസ് ഏഞ്ചൽസ് തരുന്ന ഗൈഡൻസ്. ഫസ്റ്റ് കാർഡ് വന്നിട്ട് എക്സ്പ്രസ് യുവർ ലവ് ആണ്. ഇത് കണ്ടീഷണലായിട്ട് സ്നേഹിക്കുന്ന ആരെയെക്കുറിച്ചാണ് പറയുന്നത്. അതായത് നിങ്ങൾക്ക് സ്നേഹമുണ്ട്, പക്ഷെ നിങ്ങൾ ആ സ്നേഹം കാണിക്കുന്നില്ല, നിങ്ങളത് കൺട്രോൾ ചെയ്തിട്ട് ആണ് നിൽക്കുന്നത്. അപ്പോൾ നിങ്ങളോട് പറയാണ്, നിങ്ങൾക്ക് ശരിക്കുള്ള റൊമാൻസ് എന്താണോ ആ റൊമാൻറ്റിക് ജെസ്റ്റേഴ്സ് ഒക്കെ ഉപയോഗിച്ച് നിങ്ങളുടെ ലവ് എക്സ്പ്രസ് ചെയ്യും. എന്നാലാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകത്തുള്ളൂ, അതിനൊരു സ്ട്രെങ്ത് വരുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ അത് ഓവർ ഡൗണിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതാണ് പറയുന്നത്. അപ്പോൾ ഇന്നേ ദിവസം നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലുള്ള ശരിയായ പ്രണയത്തെ പുറത്തെടുക്കുക എന്നാണ്. ദെൻ ഹണിമൂൺ ആണ്. എൻജോയ് ദ ബ്ലിസ് ഓഫ് ഹോളിഡേ ടൈം ടുഗെദർ. അപ്പോൾ ഇന്ന് നിങ്ങൾ തമ്മിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള വ്യക്തിയുമായിട്ടൊരു ഹണിമൂൺ ഫേസിലൂടെ ആയിരിക്കും പോകുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ സംസാരത്തിലായിരിക്കും, ചിലപ്പോൾ നിങ്ങളിന്ന് കാണുന്നുണ്ടായിരിക്കും, ഡേറ്റിങ്ങിന് പോകുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ഇപ്പോൾ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ഒക്കെ ആണെങ്കിൽ വീഡിയോ കോൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ വളരെ സ്നേഹമായിട്ട് പെരുമാറുക എന്നാണ് പറയുന്നത്. ആ ഒരുമിച്ചുണ്ടാകുന്ന സമയങ്ങൾ, ആ ഹോളിഡേ ടൈം ടുഗദർ എൻജോയ് ചെയ്യുന്നതിൻ്റെ ബ്ലിസ് ആഘോഷിക്കാനാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ സംസാരത്തിൽ നിങ്ങൾ വഴക്കുണ്ടാക്കാതെ സൗമ്യമായിട്ട് പോവുക. കാണുന്നുണ്ടെങ്കിൽ വളരെ ഹാപ്പി ആയിട്ടിരിക്കുക. അതല്ല ലോങ് ഡിസ്റ്റൻസിലുള്ളവരാണെങ്കിൽ ഫോണിലൊക്കെ ആണെങ്കിൽ വീഡിയോ കോളിലൊക്കെയാണ് വിളിക്കുന്നതെങ്കിൽ വളരെ സൗമ്യമായി സംസാരിക്കുക, അവർക്ക് ഹാപ്പിനെസ് കിട്ടുന്ന രീതിയിൽ നിങ്ങൾ പെരുമാറുക എന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ. ലാസ്റ്റ് കാർഡ് ദിസ് കുഡ് ബി ദ വൺ. ഇതായിരിക്കും നിങ്ങൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരാൾ. നിങ്ങളുടെ റൊമാൻറ്റിക് പാർട്ട്ണറിനെ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. ഇനി നിങ്ങൾ അവിടെ എവിടെയും തേടി പോകണ്ട, ഇതാണ് നിങ്ങൾക്കുള്ള ആൾ. ഓക്കെ, ഇതാണ് ഇന്ന് റൊമാൻസ് ഏഞ്ചൽസ് തരുന്ന ഗൈഡൻസ്. ഓക്കെ, അപ്പോൾ ഇത് കുറച്ച് പേർക്കെങ്കിലും ഇന്ന് മോസ്റ്റ്ലി റെസണേറ്റ് ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ റെസണേറ്റ് ആവുന്നവർ പറയാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഓഫറിൻ്റെ കാര്യം മറക്കരുത്. 399 ആണ് ഫോർ 5 ക്വസ്റ്റ്യൻസ്. അപ്പോൾ ആവശ്യമുള്ളവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കിടക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളവർ കമൻറ്റ് ചെയ്യണം. ഹൈപ്പ് ബട്ടൺ അമർത്താൻ മറക്കരുത്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഇന്ന് സൺഡേ ആണ്, എല്ലാവരും വീട്ടിൽ ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പോൾ നാളെ മറ്റൊരു വീഡിയോ കാണാം. താങ്ക് യു സോ മച്ച്.